ഹീമോഫീലിയ ഉള്ള പേഷ്യൻസിന് എക്സസൈസിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത്. അപ്പോൾ നമുക്കറിയാം 80% ഓഫ് ഹീമോഫീലിയ പേഷ്യൻസിന് ജോയിൻറ്റുകളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എക്സസൈസ് അത് നമ്മൾ ചെയ്തേ പറ്റൂ. ഇതിൽ വളരെ കുറവ് ശതമാനമുള്ള പേഷ്യൻസിനെ ഈ പ്രൊഫലാക്സിസ് അല്ലെങ്കിൽ എമിസിസുമാബ് എന്നുള്ള മരുന്ന് കിട്ടണുള്ളൂ. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഓൺ ഡിമാൻഡ് ആയിട്ടാണ് മരുന്ന് കിട്ടണത്. ഒരു പേഷ്യൻറ്റിന് ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് വേണമെങ്കിൽ അവർക്ക് വേദന ഉണ്ടാവരുത്, എല്ലാ ജോയിൻറ്റും അനക്കാൻ പറ്റണം ഫ്രീ ആയിട്ട്. അപ്പോൾ നമുക്കറിയാം വേദന സംഹാരികൾ ചിലത് നമ്മുടെ ഹീമോഫീലിയ പേഷ്യൻസിന് കൊടുക്കാൻ പാടില്ല. ചില മരുന്നുകൾ കഴിച്ചാൽ അതിനോടൊരു ഡിപ്പെൻഡൻസി കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഇല്ലാണ്ട് ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് വേണമെങ്കിൽ എക്സസൈസ് ചെയ്തേ പറ്റൂ. എക്സസൈസിന് കുറേ ഗുണങ്ങളുണ്ട്. ഒന്ന്, ആ മസിലിൻ്റെ ആ ടൈറ്റ്നെസ്, ആ സ്റ്റിഫ്നെസ് കുറയ്ക്കും. പിന്നെ ഈ ജോയിൻറ്റിൻ്റെ അടുത്തുള്ള ടെൻഡൻ, ലിഗ്മെൻറ്റ് അതിൻ്റെയൊക്കെ ഇലാസ്റ്റിസിറ്റി കൂട്ടും. ഈ എല്ലിൻ്റെ ബലം കൂട്ടും. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യണവർക്ക് ഫ്ലെക്സിബിലിറ്റിയും കൂടും. അവർ നടക്കണ ആ ഗെയ്റ്റ് പാറ്റേൺ അത് മച്ച് ബെറ്റർ ആവും. അതിൻ്റെ ഒരു ജോയിൻറ്റിൻ്റെ വട്ടമുള്ള മസിലുകൾ നല്ല സ്ട്രോങ് ആണെങ്കിൽ ആ ജോയിൻറ്റിനെ അപ് ടു 20% അത് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ എന്നാലും പേഷ്യൻസ് എക്സസൈസ് ചെയ്യണില്ല എന്ന് സാധാരണ 3 കാരണം കൊണ്ടാണ്. ഒന്ന്, അവർക്ക് ജോയിൻറ്റിൽ ബ്ലീഡ് വരുന്നുണ്ട്. രണ്ടാമത്, ആർത്രൈറ്റിസ് കാരണം ഭയങ്കര വേദന. മൂന്നാമത്, ഫാക്ടർ കിട്ടാനില്ല. ഈ 3 ചാലഞ്ചസ് നമുക്ക് എപ്പോഴും ഉണ്ട്. എന്നാലും എക്സസൈസ് ചെയ്യണം എന്ന് ഇത്ര എൻഫോഴ്സ് ചെയ്യുന്നത് പല ചെറുപ്പക്കാർക്ക് ഇപ്പോൾ ജോയിൻറ്റിൽ ഒരു ജോയിൻറ്റ് വെച്ച് തുടങ്ങിയത് മൾട്ടിപ്പിൾ ജോയിൻ്റായി കിടപ്പായി പോണ്, വീൽ ചെയറിലേക്ക് ആവണം. ഹീമോഫീലിയ എന്ന് പറഞ്ഞ അസുഖം സാധാരണ ആദ്യത്തെ ഓൺ ബേർത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 6 മാസത്തിനുള്ളിൽ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അതിന് ഈ അവസ്ഥയിലേക്ക് ഒരിക്കലും എത്തിക്കരുത്. നമ്മൾ ഈ കൊച്ചിനെ ഒരു ബ്ലീഡ് വരുമ്പോൾ ഫാക്ടർ കൊടുക്കണം എന്ന് മാത്രമല്ലാണ്ട് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഈ കൊച്ചിന് ലോങ് ടേം ഒരു സോഷ്യൽ ലൈഫ് വേണം, അവൻ്റെ സ്കൂളിൽ പോകാൻ പറ്റണം, എഡ്യൂക്കേഷൻ അതൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ റെഗുലർ എക്സസൈസ് ചെയ്തേ പറ്റൂ. നമ്മൾ ചെയ്യണ ചില എക്സസൈസ്, ഇപ്പോൾ സ്ക്വാറ്റ്സ് ചെയ്യണത് തന്നെ ടോയ്ലറ്റിൽ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ചെയ്യണ ലഞ്ചസ് എന്ന് പറഞ്ഞ എക്സസൈസ് അത് തന്നെ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയാണ്. പിന്നെ ഈവൻ ബാലൻസ് എക്സസൈസ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഈ പറഞ്ഞ എക്സസൈസുകളൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്താൽ നിങ്ങൾ ഇൻഡിപെൻഡൻറ്റും ആകും, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ഇമ്പ്രൂവ് ചെയ്യും.